ഓം നമഃശിവായ. നക്ഷത്രവും നക്ഷത്രപ്രമാണമുള്ള ഇഷ്ടദേവതയും. ആദ്യം അശ്വതി നക്ഷത്രത്തിന് ഇഷ്ടദേവതയായിട്ട് വരുന്നത് മഹാഗണപതിയാണ്. ഭരണി നക്ഷത്രക്കാരുടെ ഇഷ്ടദേവതകളായിട്ട് വരുന്നത് ഭദ്രകാളിയും സുബ്രഹ്മണ്യനുമാണ്. കാർത്തിക നക്ഷത്രത്തിന് ഇഷ്ടദേവതയായിട്ട് വരുന്നത് ദുർഗയും സുബ്രഹ്മണ്യനുമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് മഹാവിഷ്ണു ദുർഗാദേവിയാണ്. മകയിരം നക്ഷത്രക്കാർക്ക് വരുന്നത് മഹാലക്ഷ്മി മഹാദുർഗ. തിരുവാതിര നക്ഷത്രക്കാരുടെ ഇഷ്ടദേവതയായിട്ട് വരുന്നത് മുരുകനാണ്. പുണർതം നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് ശ്രീരാമൻ. പൂയം നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് മഹാവിഷ്ണു. ആയില്യം നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് ശ്രീകൃഷ്ണൻ, അത് ബാലരൂപം. മകം നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് മഹാഗണപതി. പൂരം നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് ശിവശങ്കരനാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് ശാസ്താവ് ഹനുമാൻ സ്വാമി. അത്തം നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് മഹാഗണപതി. ചിത്തിര നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് സുബ്രഹ്മണ്യൻ ഭദ്രകാളിയും. ചോതി നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് ഹനുമാൻ സ്വാമിയും മഹാവിഷ്ണുവും. വിശാഖം നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് ശ്രീ ദുർഗ. അനിഴം നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് ഭദ്രകാളിയും സുബ്രഹ്മണ്യനും. തൃക്കേട്ടക്കാരുടെ ഇഷ്ടദേവതയായിട്ട് വരുന്നത് സുബ്രഹ്മണ്യൻ. മൂലം നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് മഹാഗണപതിയും ഹനുമാൻ സ്വാമിയാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ലക്ഷ്മി നാരായണാണ് ഇഷ്ടദേവമായിട്ട് വരുന്നത്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ശങ്കരനാരായണ, അതായത് വിഷ്ണുവിനും ശിവനും പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോവുക. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവനായിട്ട് വരുന്നത് മഹാവിഷ്ണുവാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് ഭദ്രകാളിയാണ്. ചതയം നക്ഷത്രക്കാർക്ക് വരുന്നത് മുരുകനും നാഗദേവതകളും. പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് മഹാവിഷ്ണു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശ്രീരാമചന്ദ്രനും ശ്രീദുർഗയും. രേവതി നക്ഷത്രക്കാർക്ക് ഇഷ്ടദേവതയായിട്ട് വരുന്നത് മഹാവിഷ്ണുവും മഹാലക്ഷ്മി, അതായത് ലക്ഷ്മി നാരായണ രൂപം.